ങ്ങളിൽ ഏറ്റവും മഹത്വവും ആദരവുമുള്ളത് മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. മനുഷ്യൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? ഒന്ന്, മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിയാണ്. മറ്റു ജീവികൾക്കില്ലാത്ത വിശേഷ ബുദ്ധി, അഖ്ൽ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യാസമായി മനുഷ്യനിലേക്ക് വരുന്നൊരു കാര്യമാണ്, മനുഷ്യൻ അല്ലാഹു തആല തക്ലീഫ് നൽകി ശരീഅത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. മറ്റു ജന്തുജാലകങ്ങൾക്ക് ഇതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്മം കൊള്ളുമ്പോൾ തന്നെ അവരിൽ കുറേ കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട്. വിശക്കുമ്പോൾ വിശപ്പ് മാറ്റുക, ദാഹിക്കുമ്പോൾ ദാഹം മാറ്റുക, വിശ്രമിക്കണമെന്ന് തോന്നുമ്പോൾ വിശ്രമിക്കുക, ഇതാണ് അവർ പൂർത്തീകരിക്കുക. അതിനു വേണ്ടുന്ന വഴികൾ അവർ തേടുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യങ്ങളൊക്കെ നൽകിയതിനോടുകൂടെ തന്നെ അതെങ്ങനെ ചെയ്യണം, അതെങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ള വഴിയും കൂടി അല്ലാഹു തആല അമ്പിയാക്കളിൽ കൂടി നമുക്ക് നൽകുകയുണ്ടായി. മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് മനുഷ്യൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ആ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതൊക്കെ ശർഅ് നമുക്ക് കൽപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രതിബന്ധമാകുന്ന, അതിൻ്റെ വളർച്ചയ്ക്ക് കോട്ടം സംഭവിപ്പിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ ശർഅ് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേവലം ശരീരം മാത്രമാണോ മനുഷ്യനെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ശരീരം ഒരു ഭാഗത്തുണ്ട്, ആത്മാവ് മറ്റൊരു ഭാഗത്തുണ്ട്, മറ്റൊരു ഭാഗത്ത് മനസ്സ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പഠനങ്ങൾക്കും മനുഷ്യൻ്റെ അറിവിനുമൊക്കെ ഒരുപാട് അപ്പുറത്തുള്ള ഒരു മേഖലയാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പലപ്പോഴും അശ്രദ്ധമായി പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ വേണ്ട പോലെ കേന്ദ്രീകരിക്കാത്ത ഒരു മേഖലയാണ് മനസ്സുമായി ബന്ധപ്പെട്ട മേഖല. നമ്മളൊക്കെ ഈ വാക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് മനസ്സിന് നല്ല സുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നുന്നു, എനിക്ക് സങ്കടം തോന്നുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ദേഷ്യം വന്നു. ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ദിവസം പോലും മനുഷ്യ മനസ്സിനെ സ്പർശിക്കാതെ നമ്മൾ ആരും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ചിന്തകളായും ആലോചനകളായും അനുഭവങ്ങളുമൊക്കെ ആയി രൂപപ്പെടുന്നു. നമ്മുടെ എല്ലാ വിഷയങ്ങളും പറയുന്നത് പോലെ ഇസ്ലാം ഒരു മേഖലയും സ്പർശിക്കാതെ പോയിട്ടില്ല എന്ന് നമ്മൾ ആധികാരികമായി പറയാറുണ്ട്. അവൻ്റെ ഇബാദത്തുകൾ, അവൻ്റെ സാമൂഹികമായ വ്യവഹാരങ്ങൾ, ഇതിലൊക്കെ ഇസ്ലാം കയ്യൊപ്പ് ചാർത്തിയതുപോലെ എന്താണ് മാനസിക ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാടും നയവും എന്നതും കൂടി ഓരോ മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് കേവലം ഒരു അറിവ് മാത്രമല്ല, അതിൻ്റെ അപജയം കൊണ്ട് നമുക്കിവിടെ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നവുമുണ്ട്. ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി UN കൊണ്ടാടുമ്പോൾ, വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ് ഇന്ന്. മനുഷ്യൻ്റെ മനസ്സിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും അത് ആരോഗ്യത്തോടുകൂടി നിലനിർത്തി പോകണമെന്ന് വെസ്റ്റേൺ സൈക്കോളജിയും ആധുനികമായ പഠനങ്ങളൊക്കെ വെച്ച് പറയുന്നതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും നിലപാടും എന്താണ് എന്ന് മുസ്ലിമീങ്ങൾക്ക് ഇതിൽ വല്ല റോളുണ്ടോ, മുസ്ലിമീങ്ങൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു പോകൽ നന്നായിരിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്ന ദുആക്കളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ അർത്ഥവത്തായ ആഴമേറിയ ദുആക്കളാണ് നബിതങ്ങളുടെ ദുആക്കൾ. നബിതങ്ങളുടെ ദുആഇൻ്റെ പ്രത്യേകതയാണ് നബിതങ്ങളുടെ ദുആക്കൾ ജവാമി ആണെന്ന് പറയും. എന്താ ജവാമി എന്ന് പറഞ്ഞാൽ ചെറിയ പദത്തിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ദുആയിരിക്കും. നീട്ടിപ്പരത്തിയ ദുആ നബിതങ്ങളൊക്കെ വളരെ കുറച്ചേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഒരു സഹാബി ദുആ ചെയ്യാണ്, അള്ളാഹു എനിക്ക് സ്വർഗം തരണം, സ്വർഗത്തിലൊരു മുറി തരണം, ആ മുറിയിൽ ഇന്നിന്ന കാര്യം ഉണ്ടാകണം, അതിൻ്റെ മുറ്റത്തൂടെ ഇന്ന് അരുവി ഒഴുകണം. ഭയങ്കര വിശദീകരിച്ചിട്ട് സഹാബി ദുആ ചെയ്യാണ്. അപ്പം നബിതങ്ങൾ ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? നീ സ്വർഗം വേണം എന്ന് നീ ദുആ ചെയ്താൽ തന്നെ, നിനക്ക് സ്വർഗം കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ബാക്കി അതിൻ്റെ അപ്പുറത്തുള്ളത് അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നബിതങ്ങളുടെ ദുആ പ്രിസൈസാണ്, കൃത്യമായത് മാത്രമേ നബിതങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുകയുള്ളൂ. അതാണ് ജവാമി ആയ ദുആക്കൾ എന്ന് പറയുന്നത്. ആ ദുആക്കളിൽ ഒരുപാട് വാചകങ്ങൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ അമലൻ മുതഖബ്ബല എന്നുള്ള ദുആക്കൾ കാണാം. അത് കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളിലും കാവൽ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്ർ, അല്ലാഹുവേ ഞാൻ കുഫറിൽ നിന്നും കാവൽ ചോദിക്കുന്നു, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വന്നിഫാഖി, കാപട്യത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു. വശിഖാഖി, അഭിപ്രായ ഭിന്നതകൾ, തമ്മിലടികളിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. വസൂഇൽ അഖ്ലാഖി, ദുസ്വഭാവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ദാരിദ്ര്യത്തിൽ, ഇങ്ങനെ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ എണ്ണി വന്നതായി നമുക്ക് കാണാം.
അപ്പം നബിതങ്ങൾ ഒരു കാര്യത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും അപകടം പിടിച്ച കാര്യമായിരിക്കും. ഇപ്പൊ ഫഖർ, ദാരിദ്ര്യം നമുക്ക് എടുക്കാം. നബിതങ്ങൾ ദുആ ചെയ്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖരി, ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അപ്പൊ എന്താ അതിന്റെ അപകടം? നബിതങ്ങൾ പറഞ്ഞു കാദൽ ഫഖറു അൻ യകൂന കുഫ്റൻ, ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫ്ർ വരെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ദാരിദ്ര്യം വന്ന് ആൾക്ക് സാമ്പത്തികമായി ഒരു നിലക്കും പിടിച്ചിക്കാൻ പറ്റുന്നില്ല, വഴികൾ തുറക്കപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു പക്ഷേ ശറഇന് വിരുദ്ധമായ വഴികളിൽ വരെ അയാൾ സഞ്ചരിച്ചു പോകും. അതുകൊണ്ടാണ് നബിതങ്ങൾ അങ്ങനെ ദുആ ചെയ്തത്. പഠിച്ചവനെ, ഫഖറിന്റെ അവസ്ഥകളിൽ നിന്നും എന്നെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നബിതങ്ങൾ ഒരു കാര്യത്തിൽ നിന്നും കാവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. ആ ദുആക്കളിൽ നമുക്ക് ഇങ്ങനെ ഒരു ദുആ കാണാം. ഒരു സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹരി റിജാൽ. പലപ്പോഴും നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ കേൾക്കുന്ന പ്രാർത്ഥനയാണ്, ദുആയാണിത്. നമ്മൾ പഠിക്കണം, നമ്മൾ ചൊല്ലണം. പക്ഷേ ഈ ദുആഇന്റെ ആ ആഴവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അതിൽ കൂടി മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുന്ന പാഠങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്താ നബി നിങ്ങൾ ആദ്യം ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, പടച്ചവനെ ഞാൻ ദുഃഖങ്ങളിൽ നിന്നും വ്യതകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഹമ്മ് എന്ന് പറഞ്ഞ ടെൻഷൻ. ഹമ്മും ഹുസ്നും സാധാരണ സംഘടന നമ്മൾ അർത്ഥം വെക്കാറുള്ളത്, പക്ഷെ വ്യത്യാസമുണ്ട്. ഹമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഹമ്മ് എന്ന് പറയാം. വരാൻ വേണ്ടി പോകുന്ന കാര്യം, അടുത്ത വർഷം എന്താകും, നാളെ എന്താകും, മകളെ കല്യാണം എന്താകും, അല്ലെങ്കിൽ മകൻ്റെ വിദ്യാഭ്യാസം എന്താകും, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യസ്ഥിതി എന്താകും, അത് ഒരാളെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഹമ്മ് എന്ന് പറയുന്നത്. ഹുസൻ അല്ലെങ്കിൽ ഹസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അന്ന് അങ്ങനെ ആയല്ലോ, അന്ന് കുറച്ചും കൂടി നന്നായി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, കച്ചവടം ഒന്നും കൂടി ലാഭമാക്കാമായിരുന്നു, അന്ന് അയാളുടെ കൂടെ പാർട്ട്ണർഷിപ്പിലേക്ക് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആ നഷ്ടം വരില്ലായിരുന്നു. ആ ദുഃഖവും പേറി, ആ കഴിഞ്ഞ കാലത്തിലെ നഷ്ടബോധവും പേറിയിട്ട് വർത്തമാന കാലത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഹമ്മും ഹസനും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും കാവൽ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് എത്രമാത്രം അപകടം പിടിച്ച സാധനമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് മാത്രം മതി. ഹമ്മും അപകടകാരിയാണ്, ഹുസ്നും അപകടകാരിയാണ്. ഇതിൻ്റെ നമ്മൾ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ സങ്കടവും ദുഃഖവും ഈ വ്യതൊക്കെ നല്ലതാണോ? എല്ലാം ഒരു പരിധി നല്ലതാണ്. ഒരാൾക്ക് തീരെ ഹമ്മില്ല എങ്കിൽ, ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയില്ലെങ്കിൽ തോന്നിവാസിയാവും, പ്ലാനിങ് ഉണ്ടാവില്ല, എന്തൊക്കെയോ ചെയ്യും. കഴിഞ്ഞ കാലത്തിനെ കുറിച്ചുള്ള ഒരു അവലോകനം ഒരാളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആൾ പാഠം പഠിക്കൂല. എന്തുകൊണ്ട്? ആളെ ജീവിതത്തിൽ വന്ന തെറ്റുകളിൽ നിന്നും പിഴവുകളിൽ നിന്നും അന്ന് അങ്ങനെ സംഭവിച്ചു, അപ്പൊ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനം അയാൾക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ കഴിഞ്ഞ ഭൂതകാലത്തിനെ കുറിച്ചുള്ള ചെറിയ വേദനകളോട് കൂടിയുള്ള ഓർമ്മകൾ അയാൾക്ക് ഉണ്ടാകണം. നേരെ മറിച്ചിട്ട് ഭാവിയെക്കുറിച്ചുള്ള അമിതമായ വ്യത ഒരാളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്തിനെ കുറിച്ചുള്ള അമിതമായ സങ്കടം ഒരാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അത് ബാധിക്കും. വ്യക്തി ജീവിതത്തിനെ ബാധിക്കും, ആളുടെ കുടുംബജീവിതത്തിന് ബാധിക്കും, സാമൂഹിക ജീവിതത്തിന് ബാധിക്കും, സ്വാഭാവികമായിട്ടും അയാളുടെ സാമ്പത്തിക മേഖലയും അത് ബാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുവേ എന്നെ ഹമ്മിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഹമ്മ് നൽകൽ, ഒരു പരിധിക്കപ്പുറമുള്ള ഹമ്മ് വന്നാൽ മനുഷ്യൻ ശിഥിലമായി പോകും, മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പാടില്ല. ഹുസ്നും അല്ലാഹുവേ അതിൽ നിന്ന് കാക്കണേ അല്ലാ. കഴിഞ്ഞ കാലത്തിനെ കുറിച്ചുള്ള അമിതമായ വേദനകളും നൊമ്പരങ്ങളും നീ എനിക്ക് നൽകണേ അല്ലാ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ നോക്ക്, പരിശുദ്ധമായ ഇസ്ലാം ഈ വിഷയത്തിൽ എത്ര ജാഗ്രത പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് കാവൽ തേടാനാണ് പഠിപ്പിക്കുന്നത്. മാനസികാരോഗ്യം നിലനിർത്തൽ അത്യാവശ്യമാണ് എന്നാണ് അതിൻ്റെ പാഠം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കുടുംബത്തിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട് എങ്കിൽ, ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് അത് അത്ര ക്ലിയർ അല്ല എങ്കിൽ അത് അയാളെ മാത്രമല്ല ബാധിക്കുന്നത്, അയാളെ ബാധിക്കും, അയാളെ വീട്ടുകാരെ ബാധിക്കും, അയാളുമായി എന്തെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ അതിനൊക്കെ അത് ബാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പരാജയം അല്ലെങ്കിൽ ഒരു ബലഹീനത എന്ന് പറയുന്നത്, നമ്മൾ തുറന്ന് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ നമ്മളുടെ ശ്രദ്ധ വളരെ കുറവാണ് നമ്മൾ ഈ വിഷയത്തിൽ. ഒരു പക്ഷേ നമ്മളതിനെക്കുറിച്ച് ചർച്ചകൾ കുറവായത് കൊണ്ടാകാം, അല്ലെങ്കിൽ പഠനങ്ങൾ കുറവായത് കൊണ്ടാകാം. അതൊക്കെ ഉണ്ടാകും, സങ്കടമല്ലേ, ദുഃഖമല്ലേ, വിഷമല്ലേ, മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതിന് നമ്മൾ വില കുറച്ച് കാണിക്കും.
നമ്മൾ സാധാരണ IQ എന്ന് പറയുന്നൊരു സാധാരണ നമ്മൾ പറയുന്നുണ്ട്, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയും. അതായത് ഒരാൾക്ക് നോർമലി ജീവിച്ചു പോകണമെങ്കിൽ ഒരു 80-ൻ്റെയും 60-ൻ്റെയും 80-ൻ്റെയൊക്കെ ഇടയിൽ IQ വേണം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾക്ക് സ്കൂളിൽ പഠിച്ചതും അത്യാവശ്യം കണക്കൊക്കെ കൂട്ടാൻ പറ്റണമെങ്കിൽ ഈ 60-ൻ്റെയും 80-ൻ്റെയും ഇടയിൽ നമുക്ക് വേണമെന്നാണ് കണക്ക്. ഈ 60-ൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി കുറവുള്ള കുട്ടികളെന്ന് നമ്മൾ പറയും. അവർക്ക് പ്രത്യേക പഠിക്കേണ്ട രീതികളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ 100-ൻ്റെ മുകളിൽ 120 എന്ന് പറഞ്ഞാൽ ഭയങ്കര IQ ഉള്ള ആളുകളാണ്. അത് വളരെ തുരന്തുച്ച ആളുകളെ ഉണ്ടാവും. ഇത് മാത്രമേ പലപ്പോഴും നമ്മൾ അളക്കാറുള്ളൂ. ആൾക്ക് IQ ഉണ്ടോ, പഠിക്കാനുള്ള കഴിവുണ്ടോ. ഇതുപോലെ വേറൊരു സാധനം കൂടിയുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. എന്താ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ? എനിക്ക് എൻ്റെ വൈകാരിക തലത്തിനെ പറ്റി, എൻ്റെ മാനസിക അവസ്ഥയെപ്പറ്റി തിരിച്ചറിയുക. 2, എൻ്റെ കൂടെയുള്ള ആളുടെ മാനസിക അവസ്ഥയെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്നോടൊരാൾ മോശമായി സംസാരിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ദേഷ്യം വരുന്നു, ഉടനടി ഞാൻ എന്താണോ എനിക്ക് മനസ്സിൽ തോന്നുന്നു ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരാൾക്ക് ഉണ്ട് എങ്കിൽ, അത് നമുക്കൊക്കെ ഉണ്ട് ബേസിക്കലി, പക്ഷെ അതിനെ വളർത്തിയെടുക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. നമുക്കത് ഉണ്ട് എങ്കിൽ ആദ്യം അയാൾ മനസ്സിലാക്കുന്ന കാര്യം, എനിക്കിപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്, ഞാനിപ്പോൾ ദേഷ്യത്തിലാണ് ഉള്ളത് എന്ന ബോധം അയാൾക്ക് വരും. അപ്പോൾ ദേഷ്യം വന്നു എന്ന് പറഞ്ഞ അർത്ഥം ആളുടെ സ്വാഭാവിക മാനസിക വ്യവഹാരം തെറ്റി തുടങ്ങി. രണ്ടാമതേക്ക് റിയാക്ട് ചെയ്യണം, പ്രതികരിക്കണം, മറുപടി കൊടുക്കണം. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒരാൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ആൾ ചിന്തിക്കുക എന്താണെന്നറിയാം, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾ എന്നെക്കാൾ മൂത്ത ആളാണ്, എന്നെക്കാൾ പ്രായമുള്ള ആളാണ്, ഞാൻ അയാളുടെ ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല, അയാൾക്കത് വിഷമുണ്ടാക്കും. അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഞാൻ സൂക്ഷിക്കും, പദങ്ങൾ ഞാൻ സൂക്ഷിക്കും. ഇനി മറ്റൊരു ഉദാഹരണം എടുത്താൽ, നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, നമ്മുടെ ഭാര്യൻ്റെയോ നമ്മുടെ ഉമ്മാൻ്റെയോ നമ്മുടെ സഹോദരിൻ്റെയോ മുഖത്തൊരു വാട്ടം കാണുന്നു, ഒരു പ്രസരിപ്പ് കാണുന്നില്ല എങ്കിൽ, അവിടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട് എങ്കിൽ എന്താവും? ആ മുഖം കണ്ടാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്തു, ആൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും, എന്താ പറ്റിയെന്ന് ചോദിക്കും. ഇത് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളാണ്. ഇനി ചില ആളുകൾക്ക് ഉണ്ടാവും മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആളുടെ മുഖം മാറിയിട്ടുണ്ടാവും, ആൾക്ക് സങ്കടം ഉണ്ടാവും, നമ്മളതൊന്നും നോക്കൂല, അത് അങ്ങനെയല്ലേ, അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു അവഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി തീരാറുണ്ട്. ഇതിൻ്റെ പേരിൽ ആളുടെ ദീനീയായ ജീവിതത്തിനും ദുന്യവിയായ ജീവിതത്തിനും ഒക്കെ പ്രശ്നം സംഭവിക്കുക. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മൾ കടത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ, നമ്മൾ കുടുംബ പ്രശ്നങ്ങളിൽ ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എന്ത് പ്രശ്നം ആയിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിലൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ കൈകെട്ടി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഹൗഫ് ഉണ്ടാകല്? നമ്മൾ ഒരാളുമായി ഭയങ്കരമായ പ്രശ്നത്തിലാണുള്ളത്, ആ ഇടയിൽ വന്നിട്ടാണ് പള്ളിയിൽ വന്നിട്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്നിട്ട് കൈകെട്ടുന്നതെങ്കിൽ, കൈ കെട്ടിയാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ആളെങ്ങനെ തകർക്കണം, അയാൾ എങ്ങനെ തോൽപ്പിക്കണം എന്ന ചിന്തകളാണ്. അപ്പോൾ എവിടെ ഹൗഫ് കിട്ടുന്നത്? എവിടെ ഖശ്യത്ത് കിട്ടുന്നത്? അപ്പോൾ ഹമ്മും ഹസനിൽ നിന്നും കാവൽ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ആ വിഷയത്തിൽ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് ഹദീസുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലേക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ പഠിപ്പിക്കുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ സമീപനം ഈ വിഷയത്തിൽ എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ മൂസാ നബി പ്രസവിക്കുന്നു. ആ ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ അങ്ങോട്ടേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫിർഔന്റെ പട്ടാളം പിടിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അല്ലാഹു തആല മൂസാ നബിൻ്റെ ഉമ്മക്ക് ഇൽഹാം ഇട്ട് കൊടുക്കുകയാണ് മനസ്സിൽ. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇ, നിങ്ങൾ മൂസാ നബിക്ക് പാല് കൊടുക്കണം. ഫൈദാ ഖിഫ്തി അലൈഹി, ഫിർഔന്റെ പട്ടാളം മൂസയെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി, നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിൽ ഒഴുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിൻ്റെ ഉമ്മാക്ക് കൽപ്പന കൊടുക്കുകയാണ്. നമ്മളൊന്ന് ലോജിക്കലി ചിന്തിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമക്ക് പോലും ഞാൻ എന്തിനാണ് ഈ കൽപ്പന നൽകുന്നത് എന്നതിൻ്റെ ന്യായം വിശദീകരിക്കേണ്ട ആവശ്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങൾ നിസ്കരിക്കൂ എന്ന് മാത്രമേ അള്ളാഹുവിന് പറയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണം, എന്നാൽ ഞാൻ ഇങ്ങനെ തരാം എന്ന് പറയേണ്ട ബാധ്യത അള്ളാഹുവിനില്ല. കാരണം അള്ളാഹു റബ്ബാണല്ലോ, നമ്മൾ അടിമകളാണല്ലോ. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മൂസാ നബിയെ രക്ഷപ്പെടുത്തണം. ഉമ്മാക്ക് കൊടുക്കേണ്ട കൽപ്പന എന്താ? കടലിൽ ഒഴുക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അള്ളാഹുവിന്. ശേഷമുള്ള ഭാഗം ശ്രദ്ധിക്കാം. ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഖാഫി, മൂസാ നബിന്റെ ഉമ്മ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. വീണ്ടും അള്ളാഹു പറയുന്നു വലാ തഹ്സനി, നിങ്ങൾ സങ്കടപ്പെടേണ്ട, മകനെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം നിങ്ങൾക്ക് വേണ്ട. അതാണ് ഭയം. കടലല്ലേ ഒഴുക്കുന്നത്, ആ ചോര പൈതലിൽ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം, ആ പേടി നിങ്ങൾക്ക് വേണ്ട. വലാ തഹ്സനി, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിൻ്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന
തിരിച്ചു വരാത്തൊരു കാലമാണല്ലോ ആ ചെറിയ പൈതലായിട്ട് നിൽക്കുന്ന കാലം. അത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന സങ്കടവും നിങ്ങൾക്ക് വേണ്ട. ഇതെന്തിനാണ് അള്ളാഹു തആല പറഞ്ഞത്? ഇത് പറയേണ്ട ആവശ്യം എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഹുക്മു മാത്രം കൊടുത്താൽ മതി. അള്ളാഹു ഫഅാലു ലിമാ യുരീദാൻ. നിർത്തിയില്ല, അള്ളാഹു വീണ്ടും പറയാൻ, ഇന്നാ റാദ്ദൂഹു ഇലൈകി. അള്ളാഹിന്റെ നമ്മൾ സാധാരണ പറയല്ലേ ഒരു പ്ലാൻ ബി ഉണ്ടാവും. അള്ളാഹ്ക്ക് പ്ലാൻ ബി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു പറയാണ്, ഞാൻ എൻ്റെ അടുത്ത പരിപാടി എന്താണെന്നറിയോ? ഇന്നാ റാദ്ദൂഹു ഇലൈകി, മൂസാ നബി നിന്റെ കയ്യിലേക്ക് തിരിച്ചു വരും. വീണ്ടും അള്ളാഹു പറയാണ്, വജാഇലൂഹു മിനൽ മുർസലീൻ, നിന്റെ കയ്യിലേക്ക് കുഞ്ഞായി തിരിച്ചു വരുന്നു മാത്രമല്ല, ഭാവിയിൽ ഇവനെ ഞാൻ നബിയാക്കാൻ വേണ്ടി പോവുകയാണ്, മുർസലാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തിനെ പരിപാലിക്കുന്ന സൃഷ്ടാവായ അള്ളാഹു തആല അവന്റെ അടിമകളിൽപ്പെട്ട ഒരു നബി പോലുമല്ലാത്ത ഒരു വ്യക്തിയോട് അള്ളാഹു തആല പറയുന്ന വാചകം, നീ പേടിക്കണ്ട, നീ സങ്കടപ്പെടണ്ട, എന്നൊന്നും ഒതുക്കിയില്ല. ഭാവിയിൽ നിനക്ക് ഞാൻ നൽകാൻ പോകുന്ന ഓഫറുകൾ ഞാൻ തിരിച്ചു തരും, മുർസലാക്കും എന്ന് കൂടി അള്ളാഹു തആല പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹു മൂസാ നബിയുടെ ഉമ്മയുടെ മനോതലത്തെ പരിഗണിച്ചു എന്നാണ്. ഇനി ആ സൂറത്തുൽ ഖസസിന്റെ ആ ഭാഗം ഇങ്ങനെ നമ്മൾ ഓതി വരുമ്പോൾ മൂസാ നബിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു, തിരിച്ചു കിട്ടുന്ന ഭാഗം അള്ളാഹു പറയുന്നുണ്ട് മൂസാ നബിന്റെ ഉമ്മയിലേക്ക്. അതും അള്ളാഹു പറയാൻ, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, മൂസാ നബിയെ നാം ഉമ്മാന്റെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ചു. അത്ര പറഞ്ഞാൽ പോരെ? എന്തിനാണെന്നറിയുമോ? കൈ തഖറ ഐനുഹാ, മൂസാ നബിന്റെ ഉമ്മാന്റെ കണ്ണ് കുളിർക്കണം. വലാ തഹ്സൻ, മൂസാ നബിന്റെ ഉമ്മ ദുഃഖിക്കാൻ പാടില്ല. ഒരേ സൂറത്തിൽ 2 പേജിന്റെ വ്യത്യാസ, 1, 2 ആ ഭാഗത്താണ് ഈ 2 പരാമർശങ്ങൾ. വലാ തഹ്സൻ, ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അല്ലാഹു തആല തന്റെ അടിമയുടെ മാനസിക നിലയെ പരിഗണിച്ചിട്ടുണ്ട് എങ്കിൽ അത് എത്ര ഗൗരവമുള്ള ആയതുകൊണ്ടാണെന്നാണ് ഈ പറയുന്നത്. മറ്റൊരു ഉദാഹരണം നമ്മൾ എടുത്താൽ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവം, ഈസാ നബിന്റെ ഗർഭം ചുമക്കുന്നു, പ്രസവവേദന വരുന്നു, ഈന്തപ്പനയുടെ തടിയിൽ അവിടെ ഇങ്ങനെ ചാഞ്ഞിരുന്നിട്ട് പ്രസവിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ആ സമയത്ത് മറിയം ബീവി പറയുന്നുണ്ട്, യാ ലൈതനി മിത്തു ഖബല ഹാദാ, ഞാൻ ഒന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു, ഈ പ്രയാസങ്ങളൊന്നും കാണണ്ടല്ലോ, ഇനി നാട്ടുകാരെന്തൊക്കെ ചോദിക്കും, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഞാൻ കാണേണ്ടത് എന്ന ഭാഗമൊക്കെ പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ഫകുലി വഷ്റബി വഖർരി ഐന, മറിയമേ നീ വെള്ളം കുടിക്കൂ, നിന്റെ താഴെ നല്ല നദിയുണ്ട്, നീ ആ ഈന്തപ്പഴം കഴിക്കൂ, വഖർരി ഐന, നിന്റെ കണ്ണ് കുളിർക്കട്ടെ, നീ സങ്കടപ്പെടേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹു സംസാരിച്ചതായി പരിശുദ്ധ ഖുർആൻ ശരീഫിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ബഹുമാനികളെ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് പറയുന്നത് അത്രമാത്രം നമ്മൾ ഈ പറയുന്ന പോലെ ഫ്രജൈലായ ഒരു സാധനമാണ്, തൊട്ടാൽ പൊട്ടിപ്പോകുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ നന്നാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനായി മാറുന്നത്. എനിക്കൊരാൾ നന്നായി പെരുമാറാൻ പറ്റണമെങ്കിൽ, ഒരാൾ നന്നായി ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ എൻ്റെ മനോനില ആദ്യം നന്നാകണം. ഞാൻ ആകെ ഈ പറഞ്ഞ പോലെ വസ്വാസ പിടിച്ച പോലെ, ഇടങ്ങേറ് പിടിച്ച പോലെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ പ്രശ്നമായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ മാനസികാരോഗ്യം കൂടി നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഒരു മനുഷ്യനോട് നിങ്ങൾ മോശമായ വാക്ക് പറയില്ലേ എന്ന് പറഞ്ഞു, നിങ്ങൾ അവനെ ശപിക്കല്ലേ എന്ന് പറഞ്ഞു, അവൻ ആക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞു. കഅബ പൊളിക്കുന്നത് പോലെ അപമാനകരമായ പ്രയാസകരമായ കാര്യമാണ് മുഅ്മിന്റെ ഖൽബിന് വിഷമമുണ്ടാക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ എന്താ അതിൻ്റെ കാരണം? കാരണം മനുഷ്യ മനസ്സുകൾക്ക് മുറിവേൽക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആ വിഷയത്തിൽ ശ്രദ്ധിച്ചു. നമ്മുടെ ഖുതുബകളിലൊക്കെ അത് ചില ഭാഗങ്ങളൊക്കെ അത് പരാമർശിച്ച് പോകാറുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എൻ്റെ വീട്ടിലേക്ക് നബി തങ്ങൾ പോകും. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കുരുവിയെ വളർത്തിയിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ ആ കുരുവിയെ കാണും, അദ്ദേഹത്തിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരിക്കൽ പോയപ്പോൾ കുരുവിയെ കാണുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇതാരാ? ഇത് ലോകത്തിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു വട്ടം പോയപ്പോൾ കുരുവിയെ കാണാതിരുന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ അബാ നുമൈർ മാ ഫഅല നുഗൈർ, എവിടെ നിന്റെ ചെറിയ കുരുവിയെ കാണുന്നില്ലല്ലോ, എന്തു പറ്റി അതിന്? ഇതാണ് നേരത്തെ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ്. തൻ്റെ കൂടെയുള്ള ആളുടെ മനോനിലയെ മനസ്സിലാക്കി അയാളുടെ ആ രീതിയിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ സംഭവിക്കുന്നത്, നമ്മളിങ്ങനെ കരിമ്പിൻ തോട്ടത്തിലേക്ക് ആന കയറിയതുപോലെ നമ്മുടെ മുമ്പിൽ ഉള്ളതിനൊക്കെ നമ്മൾ നശിപ്പിക്കും.
ഇതുണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിഷയത്തിലൊരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മാനസിക അസ്വസ്ഥങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കുള്ളൊരു അപജയം ഞാൻ പറയാം, അപകടങ്ങൾ ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊക്കെ കൂട്ടിക്കിട്ടുന്നൊരു ഏരിയ ഉണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ജിന്നു കൂടി, ആരോ സിഹർ ചെയ്തു, എന്തോ കണ്ണേറ് തട്ടിയതാണ്. ഞാനൊന്ന് ആവർത്തിച്ച് പറയാം, ഞാൻ ജിന്ന് നിഷേധിയല്ല, ഞാൻ സിഹിർ നിഷേധിക്കുന്ന ആളല്ല, കണ്ണേറ് നിഷേധിക്കുന്ന ആളല്ല. ജിന്നുണ്ടോ? ജിന്നുണ്ട്. ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഉണ്ടാകും. സിഹിറുണ്ടോ? സിഹിറുണ്ട്. സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. കണ്ണേറുണ്ടോ? കണ്ണേറുണ്ട്. കണ്ണൂറിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമോ? ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എല്ലാത്തിനെയും കൊണ്ടുപോയി ഈ ആലയിൽ കെട്ടുന്ന ഒരു പതിവ് നമ്മൾ ഉമ്മത്തിലേക്ക് വന്നിരിക്കുകയാണ്, കൂടുതൽ വന്നിരിക്കുകയാണ്. ചിലപ്പോൾ ചെറിയ മാനസിക പ്രയാസങ്ങളായിരിക്കും, ചിലപ്പോൾ ഡിപ്രഷൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഈ ചിത്തഭ്രമം പോലെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന പോലത്തെ ചില മനോരോഗങ്ങളുടെ സ്റ്റാർട്ടിങ് ഒക്കെ ആയിരിക്കാം. ഇത് കാണുമ്പോഴേക്ക് നമ്മൾ കൊണ്ടുപോയി ജിന്നിൻ്റെ അടുത്ത് കൊണ്ടുപോയി അടിച്ചും തൊഴിച്ചും, അല്ലെങ്കിൽ തടിമേൽ ആൾ കൂടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ ചെലവഴിക്കും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് കടന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉമ്മത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്താ കാര്യം? ഇതെന്തോ അപകടം പിടിച്ച് നമ്മളത് ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു മോശപ്പെട്ടൊരു സാധനമാണ് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ പറയുന്നത് ഇങ്ങനൊന്നും ഇല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥകൾ വരുമ്പോൾ നമ്മളവിടെ പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, എന്താണ് ഇതിൻ്റെ കാര്യം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കൊറോണ ഒക്കെ കഴിഞ്ഞ സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ആൾക്ക് കൊറോണൻ്റെ ലാസ്റ്റ് സമയത്ത് ഒരു പെരുന്നാളിൻ്റെ രാത്രിയിൽ ആളുടെ പെട്ടെന്ന് അവസ്ഥകൾ മാറി. നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തി, പിന്നെ ഉറങ്ങുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തം, ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു, ഉറങ്ങാൻ പെടുന്നില്ല, ഭയങ്കര അക്രമാസക്തനാണ്. അങ്ങനെ നമ്മൾ ഈ പറയും പോലെ സോക്കോൾഡ് മന്ത്രവാദികളെ കൊണ്ടുവന്നു. എല്ലാവരും ഈ വിഷയത്തിൽ കള്ളന്മാരെന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതാണെങ്കിൽ അതിൻ്റെ ചികിത്സ ചെയ്യണം. ഇവരൊക്കെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, ആ തടിമേൽ ആൾ കൂടിയിട്ടുണ്ട്, കാര്യമായ സാധനമാണ്. ഏകദേശം ഒരു 50,000 രൂപയെങ്കിലും ചിലവഴിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു മാറ്റമില്ല. അതിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉള്ളവനുമായി ബന്ധപ്പെടുന്നത്. പരിശോധിച്ച് നോക്കുമ്പോൾ ആൾക്ക് മാനസിക പ്രശ്നം പോലും അല്ല. ആൾക്ക് സംഭവിച്ചത്, ആൾ ഡ്രഗ് ഉപയോഗിച്ചിട്ട് ആളുടെ ബ്രെയിനിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ അത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും കൊണ്ടുപോയി ഇവിടെ കെട്ടുന്ന ഒരു രീതി നമ്മൾ മാറേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചാലും സിഹിർ. നമ്മൾ ഈ പറയും പോലെ ഭയങ്കര അഭ്യസ്ത വിദ്യരാണ്. നമ്മൾ ഉസ്താമാരെ പറ്റിയിട്ടല്ല പറയുന്നത്. നല്ല ഷർട്ടും സൂട്ടും കോട്ടൊക്കെ ഇടുന്ന നല്ല കമ്പനിയിൽ നല്ല ലക്ഷങ്ങളൊക്കെ സാലറി വാങ്ങുന്ന ആളുകൾക്ക് പോലും ഭയമാണ്. ഭയം. എന്നാരോ സിഹിർ ചെയ്തിട്ടുണ്ടോ, എനിക്ക് സിഹിറുണ്ടോ, എനിക്ക് അങ്ങനെയാണോ, എനിക്ക് ഇങ്ങനെയാണോ, പലരും വന്ന് സംസാരിച്ചിട്ടുണ്ട് നമ്മളോട് ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് സിഹിർ ചെയ്തിട്ടുണ്ട്? സിഹിറുണ്ട്, അത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? അത് ഇന്ന് ഉസ്താദ് പറഞ്ഞു. ആ ഉസ്താദിന് എങ്ങനെ വിവരം കിട്ടി? അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ ചില നടപടികളുണ്ട്. ഈ നടപടി 100% ശരിയാകണമെന്നില്ലല്ലോ. 100% ശരിയേതാ? ഒന്ന് അള്ളാഹു പറയണം, അല്ലെങ്കിൽ റസൂല് പറയണം. ഇപ്പം നമ്മളൊരു രോഗനിർണയം നടത്തുമ്പോൾ പോലും അത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഏകദേശ ധാരണ പറയാനേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ മാനസികാരോഗ്യത്തിന് തകർത്ത് തരിപ്പണാക്കും. ചിലപ്പോൾ ചെറിയ പ്രശ്നമായിരിക്കും, ഒന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ നമ്മുടെ ഹറാവാക്കരുത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ മാനസികാരോഗ്യം നന്നാക്കേണ്ട ബേസിക്കായ സാധനങ്ങളൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളിടയ്ക്ക് ആലോചിച്ച് പോകാറുണ്ട്. നമ്മുടെ ഈമാൻ കാര്യം ഇങ്ങനെ എണ്ണി പറയുമ്പോൾ 6ാമതൊരു സാധനം നമ്മൾ പറയാറുണ്ട്, വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. നടക്കാനുള്ളതെല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ്. അത് അള്ളാഹു തീരുമാനിച്ചു, അള്ളാഹുവിനെ ആദ്യം അറിയാം, അതുകൊണ്ട് അള്ളാഹു രേഖപ്പെടുത്തി. അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ ഈമാൻ. ഈ ഒരു സാധനം ആങ്സൈറ്റി പോലെയുള്ള, ഡിപ്രഷൻ പോലെയുള്ള വലിയ ആഴമേറിയ കടലിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയതാണ്. സത്യത്തിൽ ആ ഒരു വിശ്വാസമില്ല എങ്കിൽ ഇവിടെ ആത്മഹത്യ നിരക്ക് കൂടും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവസാനം പോയിട്ട് ഇടുന്ന ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. എന്താ എൻഡ് പോയിന്റ്? പടച്ചോൻ തീരുമാനിച്ചതല്ലേ. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. എൻ്റെ കച്ചവടം പൊളിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു മുമ്പേ തീരുമാനിച്ചാണ്. അതിൽ കൂടി നിന്നെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഒന്ന്, ഇസ്ലാം ഇതിന് വേണ്ടുന്ന അടിത്തറകൾ അള്ളാഹു നമ്മൾ ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഒരു വിശ്വാസി ആയാൽ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം റെഗുലേറ്റ് ചെയ്യപ്പെടും. അത് അതിൻ്റെ അടിസ്ഥാന അളവിൽ നിലനിന്ന് പോകും എന്നുള്ളതാണ്. പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള ബേസ് കാരണം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ വിശ്വാസങ്ങൾ തന്നെയാണ്. എടുത്തു നോക്കൂ, എന്നെ ജിന്നു പിടിക്കോ, എന്നെ ആരെങ്കിലും കൂടോത്രം ചെയ്യുമോ, കൂടോത്രം ചെയ്തിട്ടുണ്ടാകുമോ. ഒരാൾ ഈ അടുത്ത് വന്നിട്ട് സംസാരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ആളുകൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രേ സിഹിർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരാ സിഹിർ ചെയ്തത്? അത് ഈ സർപ്പദോഷവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ്. അതുകൊണ്ട് വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റണം. അവരാ പണിയൊക്കെ തുടങ്ങി, വീട് പൊളിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ചോദിച്ചു, ആരാണ് ചെയ്തത്? അതാരാണെന്ന് പറയൂല. നിങ്ങളുടെ കുടുംബത്തിലെ ഇന്ന ലക്ഷണമുള്ള ആളുകളിൽ പെട്ട ഒരാൾ. നിങ്ങളിതിൻ്റെ അപകടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യൻ കൂടുതൽ സംശയത്തിലേക്കാണ് പോവുക. ഇപ്പം നമ്മൾ പറഞ്ഞത് അടിച്ചത് ഇയാളാണ്. അപ്പം അയാളോട് മാത്രം ദേഷ്യം പിടിച്ചാൽ മതിയല്ലോ. ഇയാൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിലെ ഇന്ന കോലത്തിലുള്ള 5 ആളുണ്ടെങ്കിൽ അതിലേതോ ഒരാളാണ്. അതിനുശേഷം ഈ വ്യക്തി ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. എത്രത്തോളം ആ വീട്ടിൽ ആരോ മരണപ്പെട്ടിട്ട് മരിച്ച വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വെള്ളം പോലും കുടിച്ചില്ല. എന്തുകൊണ്ട്? ആ വെള്ളത്തിൽ സേറിയിട്ടുണ്ടാകുമോ എന്നുള്ള പേടി. അപ്പോൾ അപകടം ഉണ്ടാക്കുന്ന വിശ്വാസങ്ങൾ നമ്മൾ വിശ്വസിക്കുകയാണ്. അള്ളാഹിനേക്കാൾ പേടി ഇപ്പോൾ സിഹിറിനെയാണ്. അള്ളാഹിനേക്കാൾ പേടി നമുക്ക് ജിന്നിനാണ്. അതിൻ്റെ ആവശ്യമില്ല. നബി തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ ബഖറ ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ ഓതുന്നുണ്ടെങ്കിൽ പിശാചിനെ അവിടെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ലാ സാഹിര്യങ്ങൾക്ക് അതിനെ പൊട്ടിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കിപ്പുറത്ത് കിടക്കുമ്പോൾ എന്നാലും നമ്മുടെ ഉള്ളിനുള്ളൊരു പേടിയാണ്. എന്നാലും ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പം ഞാൻ അയാൾ ചോദിച്ചു, ഓക്കെ, ഇനി സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക. നമ്മൾ ആരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വെക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു. സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം എന്താണ്? സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ മരണമാണ്. ബാക്കി അപകടങ്ങളൊക്കെ അതിൻ്റെ താഴെയാണ്. അപ്പോൾ മരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അല്ലെങ്കിലും നമ്മൾ മരിക്കാൻ തന്നെയല്ലേ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ മരിക്കുമല്ലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അയാളുടെ മനസ്സിന് ഒരു ആശ്വാസമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആ കരുണ കാണിച്ചിട്ട് അടിസ്ഥാന വിശ്വാസങ്ങളിൽ കൂടി നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നല്ല നല്ല മാനസികാരോഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വിഷയം അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മളുടെ ഉറക്കം നമ്മൾ ശ്രദ്ധിക്കുക. വജഅൽനാ നൗമക്കും സുബാതൻ, ഉറക്കം നാം നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നിരിക്കുന്നു. ശരീരത്തിനും തലച്ചോറിനുമൊക്കെ കൃത്യമായ ഫംഗ്ഷനിങ്ങിന് വേണ്ടി ഉറക്കം അത്യാവശ്യമാണ്. 6 മണിക്കൂറിൻ്റെയും 8 മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ ഉറങ്ങിയേ പറ്റൂ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ തലച്ചോറിനത് ബാധിക്കും. തലച്ചോറിനത് ബാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനെ ബാധിക്കും, അത് മനസ്സിനെ ബാധിക്കും. 2 ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും നമുക്ക് ഉണ്ടാകുക. കാരണം ബ്ലഡിൻ്റെ സർക്കുലേഷൻ അത് ബാധിക്കും. 2, കൃത്യസമയത്ത് ആരോഗ്യകരമായ ഭക്ഷണം നമ്മൾ കഴിക്കുക. ഇനി മനോനിലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടി നമുക്ക് പറയൽ പോസിബിൾ അല്ല. ഒരു കാര്യം മാത്രം, നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹം, ഇപ്പോൾ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്കൊക്കെ നമ്മളൊക്കെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ നാട്, എൻ്റെ ഭാവി, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 2 തരം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യം, രണ്ടാമത്തത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യം. ഇപ്പം നമ്മൾ പറയും, എൻ്റെ ഭാര്യ ഞാൻ പറയും പോലെ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭാര്യയെ ഞാൻ നിയന്ത്രിക്കണമെന്നാണ്. എൻ്റെ മോൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എനിക്കെത്ര വിഷമമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പറച്ചിലെന്താണെന്നറിയോ? എൻ്റെ മകനെ എനിക്ക് നിയന്ത്രിക്കണം എന്ന് തന്നെയാണ്. എന്തിനാണ് നമ്മൾ പറയാതെ പറയുന്നത്? അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിലെ എല്ലാ കാര്യത്തിലേക്കും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പറഞ്ഞു പറയാ എന്നുള്ളത് മാത്രമാണ് എൻ്റെ നിയന്ത്രണ പരിധിയിൽപ്പെട്ടത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചിന്തിക്കണം എന്ന് ഞാൻ വാശി പിടിക്കൽ അത് തെറ്റാണ്. അത് സംഭവിക്കൂല. കാരണം എനിക്ക് നിങ്ങളുടെ ചിന്തകളുടെ മേൽ നിയന്ത്രണമില്ല. പക്ഷെ എനിക്ക് നിയന്ത്രണമുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് ഏത് വാക്കുപയോഗിക്കണം എന്നത് എൻ്റെ കൺട്രോളിൽപ്പെട്ടതാണ്. ഇവിടെ എന്ത് പറയണം, എന്ത് ആശയം പറയണം എന്നതിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണ്. എന്നതുപോലെ നമ്മുടെ ദിനേനയുള്ള ജീവിതത്തിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഒന്ന്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഞാനെന്ത് ചിന്തിക്കണം, ഇതൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാം. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കൂല. ഒന്ന്, എൻ്റെ ഭാര്യയെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂല. എൻ്റെ കുട്ടിയെ എനിക്ക് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എത്ര നമ്മൾ കൺട്രോൾ ചെയ്യും?
എൻ്റെ ഭാവി എൻ്റെ നിയന്ത്രണത്തിലില്ല. അപ്പോൾ എന്ത് ചെയ്യും? അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ നന്മ ചെയ്താൽ അത് അപ്പുറത്തേക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്ത് വാക്ക് ഉപയോഗിക്കണം എന്ന നിലക്ക് ഒരു വാപ്പാക്ക് തീരുമാനം എടുക്കാം. എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്? അവിടെ സ്നേഹമുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും മകൻ്റെ ഹൃദയത്തിലേക്ക് എന്ത് എഫക്റ്റാണ് ഉണ്ടാവുക? നല്ല എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും മകൻ നമ്മളിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. എന്നതുപോലെ ഭർത്താവിനെ നേരിട്ട് നിയന്ത്രിക്കുക എന്നുള്ളത് ഭാര്യ എന്നുള്ള ആർക്കും സാധിക്കുന്ന കാര്യമല്ല. ഒരു മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കൂല. പക്ഷേ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, അതിന് എന്ത് ചേരുവകൾ ചേർക്കണം എന്നത് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭർത്താവിന്റെ മനസ്സ് ഭാര്യയിലേക്ക് അടുക്കും. ഇതിന്റെ ഒരു രഹസ്യം എന്താണെന്നറിയാം? നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ ടെൻഷൻ നമ്മൾ ഒഴിവായി തീരും. ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാണ്ട്, അത് എൻ്റെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേ പെട്ടല്ല. നിങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോയാൽ ഒരു കേസ് വെച്ച് കൊടുത്താൽ ആദ്യം എവിടെ നടന്നതെന്ന് ചോദിക്കും. അവരിതല്ല, ഇത് നമ്മൾ ജൂറിസ്ഡിക്ഷൻ അല്ല, അത് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അപ്പുറത്തെ സ്റ്റേഷനിൽ പോയിട്ട് കൊടുത്ത് തീർന്നു എന്നതുപോലെ ഇത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. എനിക്കിതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് മാത്രം ഞാൻ ചെയ്യുക. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മകൻ പഠിക്കുന്നില്ല എങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, ഓനോട് തുറന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റും, സംസാരിക്കുക. 2, എനിക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യമുള്ള ഉപാധികൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും, അതും ചെയ്തു കൊടുക്കുക. പിന്നെന്ത് ചെയ്യാൻ പറ്റും? മകന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറ്റും, അതും ദുആ ചെയ്യാം. ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ അത് എൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അല്ലെങ്കിൽ നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് ഈ പറഞ്ഞ ദുഃഖവും വേണ്ടാത്ത ടെൻഷനൊക്കെ പേറിയിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നന്നാക്കണം. ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങളിൽ നമ്മൾ ദൃഢത ഉണ്ടാക്കി തീർക്കണം. ഈ പറയപ്പെട്ടതുപോലെ നമ്മുടെ മാനസികാരോഗ്യത്തിൻ്റെ വിഷയത്തിലും നമ്മുടെ കൂടെയുള്ളവരുടെ വിഷയത്തിലും നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ ശരിയായ ഈമാനും തഖ്വയും മാനസികാരോഗ്യമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ